പത്തനംതിട്ട പീഡനക്കേസിൽ കൂടുതൽ വ്യാപ്തി വെളിപ്പെട്ട് വരികയാണ്. ഇപ്പോൾ 9 പേർ കൂടി കസ്റ്റഡിയിൽ എന്നതാണ് ഏറ്റവും പുതിയ വിവരം. അന്വേഷണ സംഘം ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ച് തുടർ നടപടികളിലേക്ക് കടക്കും. പെൺകുട്ടിയെ ആദ്യം ലൈംഗികമായി പീഡിപ്പിച്ചത് ഇന്നലെ അറസ്റ്റിലായ സുബിനാണെന്ന് പോലീസ് അറിയിച്ചു. വിവരങ്ങളുമായി ശശി നാരായണൻ. ശശി, കേരളത്തെ ഞെട്ടിക്കുന്ന ഒരുപാട് പീഡന കേസുകൾ നമ്മുടെ മനസ്സിലുണ്ട്. അതിനെയൊക്കെ മറികടക്കുന്ന വിധത്തിൽ അത്യന്തം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 62 പേർ 5 വർഷത്തിനിടെ പീഡിപ്പിക്കുക. ഇപ്പോഴും ആ പെൺകുട്ടിക്ക് 18 വയസ്സേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ഇപ്പോൾ ശാസ്ത്രീയ തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിക്കുന്നു എന്നാണല്ലോ അറിയുന്നത്. കൂടുതൽ പേരുടെ കസ്റ്റഡി വിവരങ്ങളും പുറത്തു വരുന്നു. ഈ കേസിൽ സങ്കീർണതകൾ ഒരുപാടുണ്ട്. എങ്ങനെ മുന്നോട്ട് പോകാനാണ് അന്വേഷണ സംഘം ആലോചിക്കുന്നത്? ശ്രീജ, പത്തനംതിട്ട പെൺകുട്ടിയുടെ പീഡനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് കൂടുതൽ ഉണ്ടാവാൻ ഇന്ന് സാധ്യതയുണ്ട്. ഇന്നലെ തന്നെ 3 പേരെ രാത്രിയിൽ വൈകി പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് പമ്പയിൽ നിന്നും കസ്റ്റഡി എടുത്തിരുന്നു. അതുകൂടാതാണ് 6 പേരെ കൂടി ഇപ്പോൾ കസ്റ്റഡി എടുത്തുള്ള വിവരം കൂടി ലഭിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ 9 പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലായിട്ടുണ്ട്. 20 പേരുടെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 8ഓളം എഫ്ഐആറുകൾ, ഇപ്പോൾ എഫ്ഐആറുകളുടെ എണ്ണം കൂടുന്നു. 8ഓളം എഫ്ഐആറുകളും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്തിട്ടുണ്ട്. എന്തായാലും കൂടുതൽ പേർ വരും മണിക്കൂറുകളിൽ അറസ്റ്റിലാവാൻ സാധ്യതയുണ്ട്. ഇന്നലെ കസ്റ്റഡിയിലായവർ പമ്പയിൽ നിന്നാണ് 3 പേരെ വൈകി പോലീസ് കസ്റ്റഡി എടുത്തത്. ഈ 14 പേരെയാണ് ആദ്യഘട്ടത്തിൽ 14 പേരുടെ അറസ്റ്റാണ് ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയത്. പിന്നീടാണ് 6 പേരെ കസ്റ്റഡി എടുക്കുക, അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിനകത്ത് മത്സ്യവ്യാപാരം നടത്തുന്നവരെ, ഒപ്പം ഓട്ടോറിക്ഷ തൊഴിലാളികൾ, 3 ഓട്ടോറിക്ഷ തൊഴിലാളികൾ, അവരുടെ ഓട്ടോറിക്ഷ അടക്കം പോലീസ് ഇന്നലെ കസ്റ്റഡി എടുത്തിരുന്നു. അത്തരത്തിൽ ഒരു വലിയ വിപുലമായ ഒരു അന്വേഷണം ഈ പെൺകുട്ടിയുടെ മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ചും ഒപ്പം ഈ രേഖകൾ കേന്ദ്രീകരിച്ചും പോലീസ് വിശദമായ ഒരു അന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സജീവമായ ഒരു അന്വേഷണ സംഘം ഈ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. അറസ്റ്റുകളുടെ എണ്ണം കൂടുന്നു. 64ഓളം പേരാണ് ഈ കേസിൽ ഉണ്ടെന്ന് പറയുന്നത്. അതിൽ 40ഓളം പേര് ഈ പെൺകുട്ടിയുടെ ഡയറിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ പീഡിപ്പിച്ച ആളുകളുടെ പേര് വിവരങ്ങൾ, ആ പേര് വിവരം തന്നെ പോലീസിനെ സംബന്ധിച്ച് വലിയ സഹായകരമായി. ഒപ്പം ഫോൺ നമ്പറുകളിൽ ഈ പീഡിപ്പിക്കപ്പെട്ട ഈ പ്രതികളുടെ നമ്പരും ഈ പെൺകുട്ടി സേവ് ചെയ്യുന്നു. അച്ഛന്റെ ഫോണാണ് ഈ പെൺകുട്ടി ഉപയോഗിച്ചിരുന്നത്. ആ സ്മാർട്ട് ഫോണിലാണ് ഇത്തരം പ്രതികളുടെ ഫോൺ നമ്പറുകൾ സൂക്ഷിച്ചിരുന്നത്. ആ ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് 20 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ 9 പേർ കൂടി ഈ കേസിൽ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഉള്ളത്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യൽ നടക്കും, ശാസ്ത്രീയമായ പരിശോധന നടക്കും. അതിനുശേഷമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ പോലീസ് നീങ്ങുക. ഈ കേസുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇത് വിവരം പുറത്തു വന്നതോടുകൂടി തന്നെ പലരും ഈ സംസ്ഥാനം വിട്ടുപോയ ഒരു സാഹചര്യമുണ്ട്. ചിലർ വിദേശത്ത് ഉള്ളവരുണ്ട്. 5 വർഷത്തെ കാലയളവിലാണ് ഈ കുട്ടി പീഡിപ്പിക്കപ്പെടുന്നത്. 13 വയസ്സ് മുതൽ ഈ 18 വയസ്സ് വരെയുള്ള കാലയളവാണ് ഈ പെൺകുട്ടി പീഡനത്തിന് ഇരയായത്. ആ കാലഘട്ടത്തിലുള്ള സമയങ്ങളിൽ പലരും നാട്ടിലില്ലാത്തവരുണ്ട്, വെളിയിൽ പോയവരുണ്ട്, വിവാഹിതരായ ആളുകളുണ്ട്, +2 വിദ്യാർത്ഥി വരെയുണ്ട്. അങ്ങനെ ഉള്ള ആളുകളാണ് ഇതിനകത്തുള്ള. പോക്സോ വകുപ്പ് ചുമത്തിയാണ് പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒപ്പം ദളിത് പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ പട്ടികജാതി പീഡന നിരോധന നിയമം കൂടി ചേർത്തുകൊണ്ടാണ്, ആ ആക്ട് കൂടി ചുമത്തിയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. വരും മണിക്കൂറുകളിൽ ഈ പ്രതികളുടെ എണ്ണം വർദ്ധിക്കാൻ പ്രതികളുടെ അറസ്റ്റ് ഉടനെ ഉണ്ടാകുമെന്നാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും പോലീസ് ജില്ലയിൽ വിവിധ സ്റ്റേഷനുകളിൽ, അതായത് പത്തനംതിട്ട, കോന്നി, റാന്നി, ഇലവൻതിട്ട തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിലാണ് ഇത്തരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആ കേസ് രജിസ്റ്റർ ചെയ്തുള്ള കേന്ദ്രങ്ങൾ, അവിടെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ടീമാണ്, പത്തനംതിട്ട DSP നന്ദകുമാറിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. വിപുലമായ ഒരു അന്വേഷണം നടത്തുന്നു. തിരുവനന്തപുരത്തും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമുണ്ട്. ഇതിപ്പോ ഒരുപാട് പേർ പ്രതികളായിട്ടുള്ള ഒരു കേസാണ്. 62 പേരാണ്, 64 പേരുടെ പേരുകളാണ് ഇപ്പോൾ നിലവിൽ നമുക്കറിയാവുന്നത്. ഇതിൽ ഇപ്പോൾ നമുക്കറിയാവുന്നത് വെച്ച് ഇത്രയും പേരെ കസ്റ്റഡിയിലായിട്ടുള്ളൂ അല്ലെങ്കിൽ അറസ്റ്റിലായിട്ടുള്ളൂ. ബാക്കിയുള്ളവർ ഈ വിവരങ്ങൾ വലിയ രീതിയിൽ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ, അവർ രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത അതൊക്കെ പോലീസ് മുന്നിൽ കാണുന്നില്ലേ? ഇപ്പോൾ ഇത്രയും പോലീസ് സ്റ്റേഷനുകളിലായി 7 FIR ഇപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞല്ലോ. എന്താണ് പോലീസ്, അവരെ എങ്ങനെ കണ്ടെത്താം, അല്ലെങ്കിൽ അവർ രക്ഷപ്പെടുന്നത് എങ്ങനെ തടയാമെന്ന് പോലീസിനൊരു പ്ലാൻ ഉണ്ടോ?
ശ്രീജ, തീർച്ചയായിട്ടും ഉണ്ട്. 8 എഫ്ഐആറുകളാണ് ഇട്ടിട്ടുള്ളത്. കാരണം ഈ പ്രതികൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് പ്രതികളുടെ ഒരു വലിയ വിവരം മാധ്യമങ്ങൾക്ക് നൽകാതിരിക്കുന്നതിന്റെ പ്രധാന കാരണം. പ്രതികൾ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ പോലീസിന്റെ ലിസ്റ്റിലുള്ള പെൺകുട്ടിയുടെ ഡയറിയിലുള്ള 42 പേരുടെ ലിസ്റ്റുകളും ഒപ്പം ഫോണിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും വെച്ചാണ് ഈ കേസ് കൃത്യമായി പോലീസ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇവരുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ടാൽ ഒരുപക്ഷെ ഇവർ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാരണം കൊണ്ടാണ് തീർച്ചയായും ഈ പേരുവിവരങ്ങൾ പോലീസ് വിടാതിരിക്കുന്നത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ അറസ്റ്റുകളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. പോലീസ് കൃത്യമായി പ്രതികളിലേക്ക് എത്തുന്ന ഈ ഓരോ സൂചനകളും കൃത്യമായി ശാസ്ത്രീയ തെളിവുകളും സൈബർ സെല്ലിന്റെ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ വെച്ചാണ് പോലീസ് ഈ കേസ് അന്വേഷിച്ച് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി പ്രതികളിൽ എത്താൻ പോലീസിന് കഴിയുന്നു. നമുക്കറിയാം ഈ കേസ് പെൺകുട്ടി കഴിഞ്ഞ ദിവസം ഈ വെളിപ്പെടുത്തിയതിനു ശേഷം അന്ന് തന്നെ പോലീസ് 5 പ്രതികളെ കസ്റ്റഡി എടുക്കുകയും അവരുടെ അറസ്റ്റ് ചെയ്യപ്പെടുത്തി അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. അത്തരത്തിൽ പോലീസ് വളരെ ചടുലമായ നീക്കമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നടന്നത്. വരും മണിക്കൂറുകളിലും സമാനമായ രീതിയിൽ തന്നെയാണ് ഈ കേസ് മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളത്. വിവരങ്ങൾ നൽകിയത് പോലീസ് വളരെ കൃത്യമായി തന്നെ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, അതിവേഗ നടപടികളിലേക്ക് കടക്കുന്നുണ്ട്. നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഈ വിവരം പുറത്തറിഞ്ഞാൽ ഇവർ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടാണ് 8 എഫ്ഐആറുകളിലായി ഇത്രയേറെ പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് വിപുലപ്പെടുത്തിയിട്ടുള്ളത്.